ആരോ ഒട്ടം ചാടി പോലെയാണ് ഒരു ഇത് വന്നത്. പക്ഷെ ക്ലിയർ ആണില്ല, മൊത്തം ഡാർക്കായി പോയണ്ടേ. നീ തന്നെയായിരുന്നു വർത്താനം പറയുന്നത്, നിനക്ക് എന്നെ മാറ്റാണോ? ഏതാണ്ട് വട്ടായ പോലെ തന്നെ. ഞാനേ രാവിലെ തന്നെ എന്റെ ബൈക്കുണ്ട്, ഡ്യൂക്കിൽ കയറിയിട്ട് ഞാനിങ്ങനെ പാഞ്ഞു പോയാണ്. നല്ല സ്പീഡാണ്. ജംഗ്ഷനിലേക്ക് വരുമ്പോണ്ടല്ലോ അവിടെ മൊബൈൽ കോർട്ടിന്റെ വണ്ടി കിടക്കും. ഈ മൊബൈൽ കോർട്ടിന്റെ വണ്ടി കിടക്കുമ്പോ അതിന്റെ പുറത്തായിട്ട് പോലീസുകാർ വിളിച്ചിരിക്കുകയാണ്. എന്തിനാണ്? ഞങ്ങളെ പോലെയുള്ള ബൈക്കുകാരെ പിടിക്കാൻ വേണ്ടിട്ട്. എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ വേദന അവരുടെ കൈ പിടികൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടില്ല, വേറൊരു വണ്ടിയുടെ ബാക്കിൽ പിടിച്ച് അങ്ങാടി ചെല്ലാണ്. എന്നിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരുത്തം വട്ടം ചാട്ടണം, ഒറ്റയിടി. പിന്നൊന്നും ഓർമ്മയില്ല, മൊത്തം ഡാർക്കാണ്. പയ്യെ കണ്ണോട് നോക്കുമ്പോ ഇവിടെയാണ്. എങ്ങനെ ഇവിടെ വന്നൊരു പിടിയും കിട്ടണില്ല. കൊച്ചാ, ഇന്ന് രാവിലെ വേറൊരു അബദ്ധം പറ്റിയെന്ന് എനിക്ക്. ഞാൻ രാവിലെ ഇന്ന് ഞായറാഴ്ചയല്ലേ, ഇറച്ചി മേടിക്കാമല്ലോ നിർത്തി ഞാൻ കവലയ്ക്ക് ഇറങ്ങിയതാ. ഞാൻ ട്രാഫിക് ചെന്ന് 2 കുപ്പി കള്ളുമൊക്കെ അടിച്ചു. ഞാൻ ഇങ്ങനെ വഴിയിലോട്ട് കയറിയപ്പോ എന്റെ ഒരു കൂട്ടുകാരൻ നിൽക്കുന്നു. പുള്ളി ഗൾഫിലായിരുന്നു. അവനെ കുഞ്ഞുമാനെന്നും പറഞ്ഞോണ്ട് ഞാൻ ആ റോഡിലോട്ട് അങ്ങ് കയറുകയും എനിക്കറിയാൻ മേലും ഒരു ഇടിയും ബഹളവും ഒച്ചപ്പാടും ബഹളവും ഒക്കെ. കണ്ണു തുറന്ന് നോക്കുമ്പോ കൊച്ചാ ഞാൻ തേണ്ട ഇതിനകത്ത് കിടപ്പുണ്ട്. സെയിം അവസ്ഥ. അത് എന്നെ ആരെ കൊണ്ടുവന്നെന്ന് എനിക്കൊരു പിടുത്തമില്ല. എനിക്ക് മനസ്സിലായിട്ടില്ല കൊണ്ടുവന്നു. എടാ, നമ്മുടെ കുറുക്കഞ്ചേരി പാലമില്ലേ, പാലം ഇങ്ങനെ ഇറങ്ങി വരാൻ നേരത്തെ ആ ജംഗ്ഷനിൽ വെച്ച് പാലം ഇറങ്ങി വന്നപ്പോഴല്ലേ എന്റെ വണ്ടിക്കാരോ വട്ടം ചാടി ഞാൻ ഇടിച്ചത്. നിനക്ക് വട്ടം ചാടി? താൻ തന്നെയാണ്. ഈ പച്ച ഷർട്ട് നല്ല ഓർമ്മയുണ്ട് എനിക്ക്. താൻ തന്നെയാണ് എന്റെ വണ്ടിയുടെ വട്ടം ചാടി. അതേ ശരി. ഒരു ബൈക്ക് കിട്ടിയ ഉടനെ കണ്ണും മൂക്കും ഇല്ലാതെ വഴിയിൽ കൂടെ എടുത്തേക്ക് വെച്ചാൽ അങ്ങനെ ഇറക്കി. അതങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. റോഡ് ക്രോസ് ചെയ്യുന്നവർ നോക്കണം. ബൈക്ക് വന്നിട്ടുണ്ട്, അത് ചെറുപ്പക്കാരാണ് ഓടിക്കണത്, അത് ഏത് കമ്പനിയുടെ ബൈക്കാണ്, ഡ്യൂക്കാണ്, KTM നോക്കിയിട്ടൊക്കെ ക്രോസ് ചെയ്യണം. ഇതൊരു ഹോസ്പിറ്റൽ തന്നെ, ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം വെക്കുന്നത് മോശമല്ലേ? സാറേ, ഇന്ന് രാവിലെ വലിയൊരു പ്രശ്നം ഉണ്ടായി. ഞങ്ങൾ ആ കാര്യം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. വണ്ടിയുടെ വട്ടം ചാടിയാണ് ഇയാള്. ആവശ്യമില്ലാതെ പീടി വന്നിട്ടല്ല. നിങ്ങൾ സംസാരമൊന്നും വേണ്ട, ഇതെല്ലാം ഞാൻ കണ്ടോണ്ട് തന്നെ നിൽക്കുവായിരുന്നു. ഞാൻ അതിന്റെ ദൃസാക്ഷി. നോക്കിയപ്പോഴത്തേക്ക് ഇവ ആ ബൈക്കും ചീറിപ്പാഞ്ഞു ഒരൊറ്റ പോക്ക് പോയി നേരെ തന്റെ നെഞ്ചത്തോട്ടാ വന്ന് കയറിയത്. ഈ സമയത്താണ് ഒരു കാർ വന്നത്. അതിന് സിഗ്നൽ കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം ഞാൻ ഇവനെ നോക്കി നിൽക്കുകയായിരുന്നു. ഈ കാർ തന്നെ നേരെ കറങ്ങത്തിരിക്കും, നേരെ ഇവന്റെ നെഞ്ചത്തോട്ട് അങ്ങ് പോയി. അപ്പൊ ഇതില് ശരിക്കും ആള് പ്രതി സാറാണ്. എനിക്ക് സാറാണ് ഇവിടെ അപകടം ഉണ്ടാക്കി വെച്ചത്. സാറിനാണ് ശിക്ഷ കിട്ടേണ്ടത്. കിട്ടിയല്ലോ, എനിക്ക് ശിക്ഷ കിട്ടിയല്ലോ. ഇവന്റെ നെഞ്ചത്ത് കയറിയ കാറ് അത് തെളിത്തിരിഞ്ഞ് കറങ്ങിത്തിരിഞ്ഞ് നേരെ വന്ന് എന്റെ നെഞ്ചത്തോട്ടാണ് കയറിയത്. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. സത്യം പറയും, എന്നെ ഇവിടെ ആരാണ് എത്തിച്ചതെന്ന് എനിക്കറിയണം. ഞങ്ങളാരാണ് എത്തിച്ചത്? ഞങ്ങളെ ആരാ എത്തിച്ചെന്ന് ഞങ്ങൾക്ക് ഒരു വിട്ടുപിടിയില്ലാതെ നിൽക്കുവോ. അല്ലെ ആണ്ട് സാറിനെ ആരാ എത്തിച്ചില്ലെന്ന് അറിയാൻ. പക്ഷെ നമുക്ക് ഇത്ര ഇടികൾ കിട്ടിയിട്ടും നമ്മുടെ ദേഹത്തിനൊന്നും ഒരു കുഴപ്പമില്ല. സിസ്റ്റർ, അതെ, ഞങ്ങൾ 3 പേര് ഇവിടെ ഉണ്ട്. 3 പേരപ്പോ രാവിലെ തന്നെ ഇവിടെ വന്നിട്ടേ ഒരു പിടുത്തം കിട്ടില്ല എങ്ങനെ ഇവിടെ വന്നതേ. അപ്പൊ ആകെ ഡാർക്ക് സീനാണ്. അപ്പൊ അതെന്താന്ന് മനസ്സിലായില്ല എങ്ങനെ ഇവിടെ വന്നെന്നുള്ളത്. എനിക്ക് വ്യക്തമായില്ല, ഒന്നും കൂടെ ഒന്ന് പറയോ? പക്ഷേ അത് എന്നാന്നറിയോ, രാവിലെ കവല വെച്ചുണ്ടായ ഒരു പ്രശ്നമാണ്. അതിന് ഈ പുള്ളിക്കാരൻ വന്ന് ബൈക്ക് ഇടിച്ചത്. ഇപ്പൊ ഞങ്ങളെ ഇവിടെ ആരാ കൊണ്ടുവരുന്നതെന്ന് ഞങ്ങൾക്ക് ഒരു പിടുത്തമില്ല. ഇതൊന്നും ക്ലിയർ ആവുന്നില്ലല്ലോ. അല്ലേ, ശരിക്കും എന്താ സംഭവം പറയും. സംഭവം വേറെ ഒന്നുമില്ല സിസ്റ്റർ, ഞങ്ങൾ 3 പേരും ഒരു ആക്സിഡന്റിൽ പെട്ടു. പക്ഷെ ഞങ്ങളെ ഇവിടെ എത്തിച്ചത് ആരാണെന്ന് സിസ്റ്റർ ഒന്ന് തെളിയിച്ച് പറഞ്ഞു തരണം, ഞങ്ങൾക്കത് അറിയണം. ഒന്നും വ്യക്തമാവുന്നില്ല. ഒരു കാര്യം ചെയ്യ്, താൻ റേഞ്ച് ഉള്ള സ്ഥലത്ത് ചെന്ന് നിന്നിട്ട് എന്നെ കോളി. ഓക്കെ, ഡോക്ടർ വരുന്നുണ്ട്. അതെന്താ, ഞങ്ങളെ 3 പേര് ഒരു പിടുത്തം കിട്ടാൻ നിൽക്കാണ്. കാരണം ഇതെങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് അറിയാൻ പാടില്ല ഞങ്ങക്ക്. ഞാനിവിടെ നിൽക്കാനല്ല, നിന്നി വന്നെ എങ്ങനെ, അതായത് ഞങ്ങൾ 3 പേര് എങ്ങനെയാണ് ഇവിടെ വന്നേന്നുള്ളൊരു പിടുത്തവും കിട്ടണില്ല. അതാണ് തന്നെയാണ് എന്നെ എല്ലാം ഇത്ര നേരമായി വിളിച്ചാണ് നമ്മളെല്ലാം. നീ ഒരുമാതിരി എന്നെ അന്യനെ പോലെ കാണരുത്, എനിക്കത് പിടിക്കില്ലല്ലേ. കാണുന്നില്ല ഡോക്ടർ. എന്റെ അവസ്ഥ അറിയാലോ, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ഭാര്യയെ ഉപേക്ഷിച്ചത്. നിനക്ക് ഞാൻ ഫ്ലാറ്റ് വാങ്ങി തന്നു, കാർ വാങ്ങി തന്നു. എന്തിന്? നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ വില കൂടിയ ഐഫോണല്ലേ ഗിഫ്റ്റ് ആയിട്ട് തന്നത്. പക്ഷേ ഇതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ സർ. ഒരാളോടും പറയരുത്. നമ്മുടെ കല്യാണ ശേഷം ഇത് പുറത്തറിഞ്ഞാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ഡോക്ടർ. ആരെങ്കിലും കേട്ടോന്നാവോ? കാറിന്റെ കാര്യവും ഫ്ലാറ്റിന്റെ കാര്യവും ആരും കേട്ടില്ല ഡോക്ടർ. അതെ അതെ ഡോക്ടർ. പിന്നെ ഡോക്ടർ തന്നെ വിളിക്കരുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനുവേട്ടൻ അങ്ങനെ വിളിച്ചാ മതി. ഓക്കെ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് പോവും. എന്റെ പിന്നാലെ ഐസിയുലേക്ക് വാ. അയ്യോ, അവിടെ ആരും ഇല്ല ഡോക്ടർ. അതുകൊണ്ടാണ് വിളിച്ചത്. ഇത് കൊള്ളാലോ.
എടാ ഇവര് നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നത് ഇവര് നേരെ അതിനകത്തോട്ട് പോയാലേ. നമ്മൾ കുറെ കാര്യം ചോദിച്ചാൽ അവരൊന്നും കേട്ടില്ല. അവർ രണ്ടുപേരും കൂടെ എന്തൊക്കെ പറഞ്ഞിട്ട് അകത്തോട്ട് പോയി. ഇതാണ് ചില ആശുപത്രിയിലെ കാര്യം ഇതാണെന്ന്. ഡോക്ടർമാർ അവരുടെ ഇഷ്ടമാണ്. അവരിവിടെ ഉല്ലസിക്കാൻ വരുന്നതാണല്ലോ. രോഗികളുടെ കാര്യം അവർ ചിന്തിക്കുന്നുണ്ട്. ചോദിക്കാം പുള്ളിയോട് ചോദിക്കാം. ഞാൻ ചോദിക്കാം. ആ അതെ, ഇന്നിവിടെ കൊണ്ടുവന്ന ആക്സിഡന്റ് കേസില്ലേ, ആ ബൈക്കുകാരനില്ലേ, ആ ബൈക്കുകാരൻ ലെനിൻ, പുള്ളി സ്പോട്ടിൽ തന്നെ മരിച്ചു. ആ പിന്നെ മറ്റേ ആ കാൽനട യാത്രക്കാരൻ, അയാള് സ്പോട്ടിൽ തന്നെ പോയി. പിന്നെ അവിടെ ഉണ്ടായിരുന്നത് മറ്റേ ആ ട്രാഫിക് പോലീസുകാരൻ. ആ പുള്ളിക്കാരൻ ഇത്തിരി ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിട്ട് വെന്റിലേഷനിലായിരുന്നു. ഞാനിപ്പോ അവിടെ നിന്ന് വെന്റിലേഷനിൽ നിന്ന് റിമൂവ് ചെയ്തു. ആള് തീർന്നു കേട്ടോ. ഓക്കെ ഇല്ല, ഞാൻ എന്റെ ബ്ലഡ് സാമ്പിൾസ് ഞാനൊന്ന് നോക്കട്ടെ. എന്നിട്ട് നമുക്കത് മാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഞാനൊന്ന് വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഞാനൊന്ന് നോക്കി പറഞ്ഞാ മതി. ഓക്കെ ഞാൻ രാവിലെ ഇറച്ചി നോക്കി എന്റെ പിള്ളേർ വീട്ടിൽ ഇരിക്കുക. ഞാൻ മരിച്ചെന്നുള്ള കാര്യം വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ എന്നെ കൊന്നുകളയാ പിള്ളേരുടെ കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അമ്മ എന്നോട് 5-8 പ്രാവശ്യം പറഞ്ഞാണ് ഹെൽമെറ്റ് വെച്ചിട്ട് പോടാ. ഞാൻ അമ്മേനെ കൊഞ്ഞനം കുത്തിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഞാൻ മരിച്ച വിവരം ഞാൻ എങ്ങനെ എന്നിട്ട് വീട്ടിൽ പറയും? എന്റെ ഒരു കൊഞ്ഞനം കുത്ത്. അടുത്ത ആഴ്ച എന്റെ കല്യാണം നിശ്ചയമാ. ഇതിപ്പോ ഞാനില്ല, നിശ്ചയം എങ്ങനെ നടക്കും ദൈവമേ? ഒരു തരത്തിലും മേലാത്തൊരവസ്ഥ. എന്റെ മേലോട്ട് വേറെ വിഷയമുണ്ട്. പിന്നെ നമ്മൾ മരിച്ചില്ല എന്നുള്ള കാര്യം നമുക്കൊന്നും അറിയണമല്ലോ. ഇനി പുള്ളി അതെ ആ സാമ്പിൾസ് അത് കുഴപ്പമില്ല, മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ലെനിന്റെ 2 കിഡ്നി ഇല്ലേ, അത് ഓക്കെ ആണത്. പക്ഷെ ലിവർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, അവൻ ഭയങ്കര വെള്ളടിയാണ്. ലിവറൊക്കെ ആകെ തകർന്നിരിക്കുകയാണ്. മറ്റേത് 2 പേരും വേസ്റ്റ്, ഒന്നും കിട്ടില്ല. എല്ലാതെ ഭയങ്കര ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ, യൂറിക് ആസിഡ് എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതൊന്നും കിട്ടില്ല. അപ്പൊ ഇത് നമുക്ക് അറേഞ്ച് ചെയ്യാം, 2 കിഡ്നി. ആ അത് കൂടുതലൊന്നും പറയാനില്ല, ഒരു 50 50 lakhs. എനിക്കൊരു 5 lakhs ആദ്യം ഒന്ന് അഡ്വാൻസ് ചെയ്ത് തരും. ഞാനിപ്പോ തന്നെ അത് സർജറിക്കുള്ള പരിപാടി ചെയ്യാം. ഓക്കെ മനോട്ടാ, എനിക്കൊരു ഡയമണ്ട് നെക്ലസ് വാങ്ങിത്തരണം കേട്ടോ ഈ കാശ് കിട്ടുമ്പോ. എല്ലാം നിനക്ക് ഞാൻ വാങ്ങിത്തരും. നമുക്കേ ആ ക്യാൻറ്റീനിലേക്ക് പോവാം. അയ്യോ അവിടെ ആരും ഇല്ലല്ലോ. അതുകൊണ്ടാണ് വിളിക്കുന്നത്, വാ ഇങ്ങോട്ട്. ദ്രോഹി, രണ്ടും കൂടെ ഇതാണ് പരിപാടി. നീ എന്നാണ് നോക്കുന്നത്? എന്റെ കിട്ടിക്ക് 50 ലക്ഷം രൂപ വിലയുണ്ടെന്ന്. നാട്ടിലും വീട്ടിലും ഒരു വിലയില്ല എനിക്ക്. ഇതിന് ഇത്ര വില ഉണ്ടാന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പണ്ട് ഒരെണ്ണം വിറ്റിട്ട് ആ ബൈക്കൊന്ന് ഓൾട്ടർനേറ്റ് ചെയ്തു. നിനക്ക് ആ ഒരു ചിന്തയുള്ളോ? ഇത് കണ്ടില്ല, ആശുപത്രി വരാൻ നേരത്തെ നമ്മളെ കൊണ്ടുള്ള പാവങ്ങളുടെ കിട്ടിയും കിടനാപ്പും എല്ലാം കൂടെ ഓരോരുത്തർക്ക് വിൽക്കുക. എന്താ ചെയ്യുമെന്ന് പറയാ? നിന്റെ ഒക്കെ ശരീരത്തിൽ ഒരു സാധനമില്ലടാ, നല്ല സാധനം. പോലീസുകാരാണ് ജഡ്ജി അത് കാലം മനണ്ടാ നമ്മളെ കൊണ്ടുവരാൻ. കാലനല്ല ജഡ്ജി. നിനക്കൊക്കെ നാളെ അവിടെ ഈക്കുവിന്റെ മുമ്പിൽ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ. പിന്നെ അവിടെ എഴുതി വെച്ചേക്കുന്നേ അതാ ICU ആണോ? എന്നാ അതിന്റെ താഴെ ഗെറ്റ് ഔട്ട് ഒന്നും കൂടെ എഴുതി വെക്കാൻ മേലെ. കേട്ടിട്ടില്ല ICU ഗെറ്റ് ഔട്ട്? അങ്ങനെയാ പുള്ളി. സാറങ്ങനെ ഇവിടെ വന്നു. അത് ഞാൻ പറയാം. അതെ, നീ അവനെ ശ്രദ്ധിച്ചോണ്ട് നിന്നോണ്ടല്ലേടാ നിന്നെ വന്ന് ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോയ ആ കാറ് മൊബൈൽ കോർട്ടിനകത്തോട്ട് കേറി വന്നിട്ട് എന്റെ നെഞ്ചത്ത് വന്ന് ഇടിച്ചത് അല്ലേടാ? ഞാൻ അറിഞ്ഞില്ലായിരുന്നു. നീ അറിഞ്ഞില്ലേ? ഞാൻ നിന്നെ അറിയില്ല. അപ്പൊ സാറിന് ഞങ്ങളെ കാണാമോ? എനിക്ക് കാണാല്ലേ? അപ്പൊ സാറും മരിച്ചു. സാറും മരിച്ചു. ഒരു മിനിറ്റ്. ശരിയാണോ? ഞാൻ മരിച്ചോ? സത്യമായിട്ട് എല്ലാരും മരിച്ചെന്ന്. ആണോ? ഡോക്ടർ വരും. അതെ. എന്തോ ഓപ്പറാണ് കാണിക്കുന്നത്, മാറി കാണാണ്. അപ്പൊ നിന്നെ കാണാവളാ? പിന്നെ എനിക്ക് കണ്ടൂടെ? കേക്കാം. പിന്നെ എനിക്ക് കേട്ടൂടെ? നമ്മള് വെറുതെ മരിച്ചു പോയാ നമുക്ക് പക്ഷെ ഒന്നും പറ്റിയില്ല. ഞങ്ങള് ടെൻഷനായിരുന്നു. അങ്ങനെ ടെൻഷനൊന്നും വേണ്ട ഒരു കാര്യത്തിലും. ഞങ്ങൾ മരിച്ചിട്ടില്ലല്ലേ? ഇല്ലല്ലേ? അയ്യോ ഭയങ്കര സന്തോഷമായി പോയിട്ട്. ഏതായാലും മരിച്ചെന്ന് പറഞ്ഞിരിക്കുമല്ലോ. അയ്യോ അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം. പറ്റിച്ചല്ലേ. രഞ്ജുവേട്ടനല്ല, മനുവേട്ടൻ. അതെ, ഞാനൊരു ഹാപ്പിനെസ് പറയാൻ വിളിച്ചതാന്ന്. ആ ഡോക്ടറെ കൊണ്ടുള്ള ശല്യം തീർന്നു. അതേന്ന്
ഓ എന്റെ ദൈവമേ, എന്റെ പുറകെ നടന്ന് അയാൾ ഭയങ്കര ശല്യമായിരുന്നു. പിന്നെ കാര്യം പറയാനാണെങ്കിൽ കുറേയൊക്കെ ഞാൻ അയാളിൽ നിന്ന് കാശ്, ഒരു കാറ്, ഒരു ഫ്ലാറ്റും ഒക്കെ മേടിച്ച് കുറച്ച് ദിവസം അടിച്ചു പൊളിച്ച് ജീവിച്ചു. ഇനി നമുക്ക് അതെല്ലാം വെച്ച് നമുക്ക് രണ്ടുപേർക്കും സുഖമായിട്ട് സന്തോഷമായിട്ട് സ്നേഹിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കാം. എന്താന്നാ ഞാൻ പറയാം, ആരോടും പറയരുത് കേട്ടാ. ഈ ഡോക്ടറുണ്ടല്ലോ ഫോൺ വിളിച്ച് ടെറസിന്റെ മേളിൽ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പതിയെ പോയി ബാക്കിൽ നിന്ന് ഒറ്റ തള്ളൽ കൊടുത്തു. സ്പോട്ടിൽ തീർന്നെന്ന്. അല്ല പിന്നെ ഞാൻ മരിച്ചോ? എടീ, ഇതിന്റെ കൊല്ലൂടി. അവരെ എങ്ങനെ കൊല്ലും? ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? പെണ്ണൊരുപ്പെട്ടാൽ ഉണ്ടാകുന്ന അപകടം ദൈവം തമ്പുരാനെ കൊണ്ട് പോലും തടയാനാകത്തില്ല ഡോക്ടറെ. ഓർഡർ ഓർഡർ ഓർഡർ. അയ്യോ